അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽ ഉലമാ വറസത്തുൽ അംബിയാ. സ്നേഹാദരം നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, മറ്റു ശ്രോതാക്കളെ, മുസാബക്ക കലാമേളയിൽ ഞാൻ സംസാരിക്കുന്ന വിഷയം സമസ്ത നൂറിൻ്റെ നിറവിൽ. എന്തായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പിറവിക്ക് കാരണം? നമുക്കറിയാം, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിലൂടെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇസ്ലാം കടന്നു വന്ന പ്രദേശമാണ് നമ്മുടെ കേരളം. ശേഷം 800 വർഷത്തോളം മല്ലരേതുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി മുസ്ലിം സമൂഹം കേരളത്തിൽ ജീവിച്ചു വന്നു. ആയിടക്കാണ് ഹജ്ജ് തീർത്ഥാടകരെ പോലും കടലിന്റെ ആഴയിലേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ട് ക്രൂരതയുടെ പര്യായമായി പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡി ഗാമ 1498 കാപ്പാട് കപ്പലിറങ്ങുന്നത്. ശേഷം പോർച്ചുഗീസുകാർ മുസ്ലിം ഭവനങ്ങൾ അഗ്നിക്കിരയാക്കിയപ്പോൾ, മസ്ജിദുകൾ തകർത്തപ്പോൾ, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തപ്പോൾ, പോർച്ചുഗീസുകാർക്കെതിരെ സന്ധിയില്ലാ സമരവുമായി മുസ്ലിമീങ്ങൾ രംഗത്തിറങ്ങി. പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെത്തി. ബ്രിട്ടീഷുകാരന്റെ ചെന്നുനാറുന്ന പതാക ഈ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് വലിച്ചെറിയാൻ മുസ്ലിം ജനത ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. ഈ യുദ്ധങ്ങളോടെല്ലാം മുസ്ലിങ്ങൾക്ക് അവരുടെ നേതൃത്വം കൊല ചെയ്യപ്പെടുകയും സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ സന്ദർഭത്തിലാണ് മൗലവികളെ പരിഹസിച്ചുകൊണ്ട്, പരമ്പരയ്ക്ക് തള്ളിപ്പറഞ്ഞുകൊണ്ട്, ആചാരങ്ങൾ അത്രയും അനാചാരങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യ സമരം സമ്മാനിച്ച മുറിപ്പാടുകളിൽ മുളക് പൊട്ടി വിതറിക്കൊണ്ട് ഐക്യസംഘം എന്ന പേരിൽ ബിദ്അത്തുകാർ കേരളത്തിലേക്ക് വരുന്നത്. ബിദ്അത്തുകാർ കേരളത്തിൽ അവരുടെ ആശയ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ ബിദ്അത്തിനെ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വാത്വികരായ പണ്ഡിതരാൽ 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ബിദ്അത്തിനെ പിടിച്ചുകെട്ടുന്നതിലും ബിദ്അത്തിനെ പ്രതിരോധിക്കുന്നതിലും സമസ്ത വിജയിക്കുക തന്നെ ചെയ്തു. ബിദ്അത്തുകാരുടെയും കള്ളത്തരീക്കത്തുകാരുടെയും വലയിൽപ്പെടാതെ തള്ളക്കോരി തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സമസ്ത ഈ ഉമ്മത്തിനെ ചേർത്ത് നിർത്തി. 1951 സമസ്തയുടെ ചരിത്രത്തിൽ തങ്കലീബുകളാൽ ഉയർത്തപ്പെട്ട വർഷമായിരുന്നു. ഈ വർഷത്തിൽ തന്നെയാണ് സമസ്ത കേരള ഇസ്ലാം മതവിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെട്ടതും. 10,000-ൽ പരം മദ്രസകളിൽ 1 ലക്ഷത്തോളം അധ്യാപകർക്ക് കീഴിൽ 10 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ മതപഠനം നടത്തുന്ന സുന്ദരമായ സംവിധാനം. മതപഠനത്തിൽ മാത്രമായിരുന്നില്ല സമസ്ത ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ ആവശ്യത്തിലും സമസ്ത വ്യക്തമായ ദിശാബോധം ഈ മുസ്ലിം ഉമ്മത്തിന് നൽകി. മുസ്ലിം ഉമ്മത്ത് എപ്പോഴൊക്കെ വെല്ലുവിളികൾ നേരിട്ടോ അപ്പോഴൊക്കെ സമസ്ത മുന്നിൽ നിന്ന് പ്രതിരോധം തീർത്തു. 1980-കളിലെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ. അപ്പവും മരുന്നും നൽകി, പണച്ചാക്കും അരിച്ചാക്കും നൽകി ക്രിസ്ത്യൻ മിഷണറിമാർ മലപ്പുറം ജില്ലയിലെ ഏതാനും മുസ്ലിം കുടുംബങ്ങളെ മതം മാറ്റിയപ്പോൾ സമസ്തയുടെ നായകനായ ശൈഖുനാ ശംസുൽ ഉലമ പാതിരിമാരെ മുന്നിൽ നടത്തിയ പ്രഭാഷണം അങ്ങ് വത്തിക്കാനിയെ പോലും പിടിച്ചുകുലുക്കി. 2018-ലെ ഭീതി തെരഞ്ഞ ദിനങ്ങൾ. പൗരത്വ ബിൽ നടപ്പാക്കാനായി കേന്ദ്ര സർക്കാർ വന്നപ്പോൾ ഈ ഉമ്മത്തിന്റെ മനസ്സ് മേഘാവൃതമായ ആകാശം പോലെയായി. ഞങ്ങൾ കുടിയിറക്കപ്പെടുമോ? ഞങ്ങളുടെ വീടും നാടും നഷ്ടപ്പെടുമോ? ഇനി എന്ത് എന്ന ചിന്തയിൽ വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് സമസ്തയുടെ നായകനായ സയ്യിദുനാ സയ്യിദുൽ ഉലമ ജുഫ്രി മുത്തുക്കായ തങ്ങളും ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദും ഈ ഉമ്മത്തിനെ കോഴിക്കോട്ട് കടപ്പുറത്തേക്ക് വിളിക്കുന്നത്. വിളിക്കേറ്റു ഒഴുകിയെത്തിയ പരസ്യങ്ങളോട് സയ്യിദുൽ ഉലമ പറഞ്ഞു, നിങ്ങളെ ആരും കൂടി ഇറക്കില്ല, നിങ്ങളെ ഒരാളെയും കൂടി ഇറക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല. ഈ വാക്കുകൾ തെല്ലുമില്ല ആ മുസ്ലിം സമൂഹത്തിന് ആശ്വാസം പകർന്നു. ഇന്ന് സമസ്ത വളർന്നു പന്തലിച്ചിരിക്കുകയാണ്. സുന്നി അഫ്കാറും സത്യധാരയും അൽ മുഅല്ലിമും ആദർശ പ്രചരണങ്ങൾ നടത്തുമ്പോൾ SKSSF, SYS, SKSBV പ്രവർത്തനാഗോതിയിൽ സജീവമാണ്. വഴിപിരിച്ചവർക്ക് വഴി കാട്ടാനായി വിളുക്കുമാടവുമായി ദഅ്വാവിങ്ങും. കഴിഞ്ഞ കാലത്ത് എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനായി ട്രെൻഡും വിദ്യാഭ്യാസ രംഗത്ത് കളർന്നിറങ്ങി നിൽക്കുകയാണ്. കാലാവർഷം പേമാരിയായി പെയ്തിറങ്ങിയപ്പോൾ, കാലാവർഷം കണ്ണീർമരിയായി പെയ്തിറങ്ങിയപ്പോൾ, കൊറോണ മഹാമാരിയായി ലോകം വാണപ്പോഴും ഹാമലയും വിക്കായ എന്ന നീലപ്പടിയും ചെയ്തു തീർത്ത സേവനങ്ങൾ ആർക്കാണ് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയും?
സമസ്ത നൂറുമേനി തന്നെയാണ് വിളയിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് 100-ാം വർഷമാകുമ്പോൾ സമസ്ത ഒരു ചരിത്രം കുറിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. Next code number 6, last and final code number, Malayalam Education for Senior section, code number 6.